തിരുവനന്തപുരത്ത് സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതിയായ ബ്ലോഗർ മുഖ്യാതിഥിയായി പങ്കെടുത്തതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരിപാടിയുടെ സ്പോൺസറാണ് മുകേഷ് എം നായരെ ക്ഷണിച്ചതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തിയത് ബ്ലോഗർ മുകേഷ് എം നായർ. കഴിഞ്ഞ മാസം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ ലൈംഗികാധിക്ഷേപ കേസിലെ പ്രതി. മുഖ്യാതിഥിയായി എത്തുക മാത്രമല്ല, മികച്ച വിജയം കൈവരിച്ചവർക്ക് മൊമെന്റ് കൈമാറുകയും വിദ്യാർത്ഥികൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്നാൽ 3 വർഷമായി സ്കൂളുമായി സഹകരിക്കുന്ന JCI എന്ന സംഘടനയാണ് അതിഥിയെ തീരുമാനിച്ചത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ വാദം. കേസ് നിലനിൽക്കുന്നതായി അറിയില്ലെന്നും വിശദീകരണം. ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് JCI റോയൽ സിറ്റി അതിൻ്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഇതാണ് വാസ്തവം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഈ പറയുന്ന വ്യക്തിക്ക് ഇല്ല. ഞങ്ങൾക്ക് ആ കൂടെ ബന്ധമുള്ള ഈ സ്ഥിരമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന JCI റോയൽ സിറ്റിയുമായിട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു ഫോട്ടോ വെച്ച് അടിച്ചിട്ടില്ല. ഞങ്ങൾ സർക്കാർ തന്ന ആ ബാനർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. സംഭവം വിവാദമായതോടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അർദ്ധനഗ്നയാക്കി അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് മുകേഷ് എം നായർക്കെതിരെയുള്ള കേസ്. കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷേ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ചീഫ് ഗസ്റ്റ് റോൾ വിവാദമാകാനുള്ള കാരണവും. ക്യാമറമാൻ VS മനീഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. എന്തായാലും ആ വിഷയത്തിലും അന്വേഷണം ഉണ്ടാകുന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇനി സംസ്ഥാനത്തെ